ആലപ്പുഴ പുന്നപ്രയിൽ കടൽ കയറ്റം രൂക്ഷമാകുന്നു. ദിനംപ്രതി കടൽ കരയെടുക്കുന്നതോടെ ആശങ്കയിലാണ് തീരദേശവാസികൾ. കടൽഭിത്തി നിർമ്മിക്കാത്തതാണ് ക്രമാതീതമായി കടൽ കയറുന്നതിന് കാരണം. സ്ഥിതി രൂക്ഷമായിട്ടും ഭരണകൂടം തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കടൽ ഇങ്ങനെ ഇരച്ചു കയറുമ്പോൾ ലീലയുടെ ഉള്ളിൽ അതിലേറെ വലിയ സങ്കട തിരമാലകളാണ്. കടൽ വീടെടുക്കുമെന്ന സ്ഥിതിയിൽ കിടപ്പ് രോഗിയായ ഭർത്താവ് സൈമണെ കൊണ്ടുപോകാൻ ലീലയ്ക്ക് മറ്റൊരിടവുമില്ല. ആകെയുള്ള ഈ ഭൂമി സംരക്ഷിക്കാൻ അധികൃതർ ഇടപെടലുകൾ നടത്തുന്നതുമില്ല. ഇത്രയും പൂർണ്ണമായിട്ട് കടൽ കയറി എല്ലാം നശിച്ച് എൻ്റെ തെങ്ങും തൈയും വേലിയും എല്ലാം പോയി. ജീവിക്കാനൊരു മാർഗവും ഇല്ലാതെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. മത്സ്യത്തൊഴിലാളിയായ ഒരുത്തൻ പെരക്കകത്ത് കിടക്കാനുണ്ട്. ആരും വന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ല. ഇങ്ങനെ ഭരണാധികാരികൾ ഒഴിഞ്ഞു പോയാൽ ഞങ്ങളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികൾ എന്ത് ചെയ്യും? ഈ തീരപ്രദേശത്ത് സുനാമി വന്നപ്പോൾ നല്ല രീതിയിൽ പൈസ വന്ന സ്ഥലമാണ്. അന്ന് തീരപ്രദേശം പൂങ്കാവനമാക്കാമെന്ന് പറഞ്ഞ് ഭരിച്ചു പോയവരാരും ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിസ്സാരം 50 മീറ്റർ കല്ല് മാത്രം ഇവിടെ കിട്ടിയാൽ മതിയായിരുന്നു. ഇത്രയും നാശം ഞങ്ങൾക്ക് വരത്തില്ല. ഈ ഭാഗത്ത് കടൽഭിത്തി നിർമ്മിക്കുമെന്ന വാഗ്ദാനം തീരദേശവാസികൾ എത്രയോ വർഷമായി കേൾക്കുന്നു. എന്നാൽ നാളിതുവരെ ഇതൊന്നും നടപ്പായിട്ടില്ല. പുലിമുട്ടി ഇടാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. 5 വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വോട്ടിന് വരുന്നുണ്ട് ആൾക്കാർ. ഒരു വോട്ടും മേടിക്കുക, അവർ പോവുക. ജയിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കും. ഇവിടെ തിരിഞ്ഞു നോക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല ഈ ഏരിയ തിരിഞ്ഞു നോക്കാൻ. അവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് മാത്രം വരും. 5 വർഷം കഴിയുമ്പോൾ വരും. 10 ലക്ഷം രൂപ സർക്കാർ തരുന്നുണ്ട്. ഈ 10 ലക്ഷം രൂപ കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. ജനിച്ചു വളർന്ന മണ്ണ് വിട്ടുപോകാൻ പലരും നിർബന്ധിതരാവുന്നു. അപ്പോഴും തീരം സംരക്ഷിക്കണമെന്ന ചിന്ത അധികൃതർക്ക് ഇല്ലെന്നാണ് ആക്ഷേപം. ഇത് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടും ഇവിടെ തിരിഞ്ഞു നോക്കാനായിട്ട് ആരും വന്നിട്ടില്ല. ഒരു മനുഷ്യരും ഇവിടെ ഇതെന്താണെന്ന് ചോദിക്കാൻ പോലും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചെന്ന് അവർക്കടുത്ത് പറയുമ്പോൾ അവർ പറയുന്നത് സർക്കാർ 10 ലക്ഷം രൂപ തരുന്നുണ്ടല്ലോ. ഈ 10 ലക്ഷം രൂപ കൊണ്ട് നമ്മൾ ഈ തീരദേശ മത്സ്യത്തൊഴിലാളികൾ കിഴക്കുവശം 4 സെൻറ്റ് സ്ഥലവും മേടിച്ച് എങ്ങനെ ഒരു പെര വെച്ചെടുക്കും? ഈ സ്ഥലത്തിന് തന്നെ ഈ കാശ് തരാൻ പറ്റില്ല. ഈ 10 ലക്ഷം രൂപ കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുമില്ലെങ്കിൽ ഇവർക്കൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാമല്ല, നമ്മൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നെങ്കിലും ഒന്ന് നോക്കാം. കടൽ കയറുന്നത് തടയാൻ ഒന്നും ചെയ്യാതെ തീരം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്നാണ് ഇവരുടെ ചോദ്യം. ജനിച്ച മണ്ണ് വിട്ട് പോകില്ലെന്ന് ചിലർ ഉറപ്പിച്ചു പറയുന്നു. തീരവും വീടും സംരക്ഷിക്കാൻ എത്രയും വേഗം സർക്കാർ ഇടപെടൽ ഉണ്ടാവണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, ആലപ്പുഴ.